من العذاب إلى آخر الآية. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ പുണ്യമായ റമളാനിൽ പുണ്യമാക്കപ്പെട്ട ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങൾ സദാ പെയ്തിറങ്ങുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാനിന്റെ അവസാനത്തെ സമയങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഇനിയും റമളാനിൽ ഇതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഇനിയും കടന്നു വരാനുണ്ട്. ആ റമളാനിനെ വരവേൽക്കാൻ, ആ റമളാനിനെ സലാം അറിയിക്കുവാൻ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ ഉണ്ടാകുമോ എന്നതിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാതെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആഖിറത്തിൽ ചെല്ലുമ്പോൾ പടച്ചവന്റെ മുമ്പിൽ ഖേദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ അവിടെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം കാര്യങ്ങളിൽ ഒരു മുഅ്മിൻ വിഷമിക്കണം, സങ്കടപ്പെടണം, ദുഃഖിക്കണം, അവൻ ബേജാറാവണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അവൻ നേരിടേണ്ടി വരും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ദുഃഖങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കുന്ന, നിങ്ങൾ സങ്കടപ്പെടുന്ന, നിങ്ങൾ പ്രയാസപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് ദുഃഖിക്കേണ്ടതിന്റെയോ, വിഷമിക്കേണ്ടതിന്റെയോ, സങ്കടപ്പെടേണ്ടതിന്റെയോ യാതൊരു ആവശ്യമില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് കാര്യത്തിൽ വിഷമിക്കണം, അവൻ ഏത് കാര്യത്തിൽ സങ്കടപ്പെടണം, ആലോചിക്കണം, കണക്കുകൂട്ടലുകൾ ചെയ്യണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ഭൗതികമായ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കച്ചവടത്തിന്റെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ഭാവിയെ പറ്റിയുള്ള കണക്കുകൂട്ടലുകളിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് വല്ലാത്ത പ്രതീക്ഷ നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിലാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ കാര്യങ്ങളിൽ അവൻ കണക്കുകൂട്ടുകയും ആലോചിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ നാളെ വരാനിരിക്കുന്ന ആഖിറത്തിന് വേണ്ടി, നാളെ വരാനിരിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായി തീരാൻ കഴിയുകയുള്ളൂ. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പ്രിയമുള്ളവരെ, എന്ന് ശേഷിക്കുന്നത് ആഖിറമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ വിഷയത്തിൽ സങ്കടപ്പെട്ടിട്ടോ, വിഷമിച്ചിട്ടോ, ആലോചിച്ചിട്ടോ പ്രത്യേകമായി പ്രയോജനങ്ങളില്ല. കാരണം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്, എല്ലാ അടിമയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ സമ്പത്ത് എത്ര, അവന്റെ സമ്പത്ത്, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കച്ചവടങ്ങൾ, അവൻ വീട് വെക്കണോ, അവൻ വാഹനം മേടിക്കണോ, അവൻ എവിടെ ജോലിക്ക് പോകണം എന്നുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖദ്ദറാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് സമ്പത്ത് തരും, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലാഹു മക്കളെ തരും. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ സാഹചര്യങ്ങളും മനസ്സിലാക്കി ജഗന്തിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയാസമയങ്ങളിൽ നമ്മുടെ ദുനിയാവിന്റെ ക്രമീകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വിഷയത്തിൽ കൂടുതലായി പ്രയാസപ്പെട്ട് ദുഃഖിച്ച് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം അല്ലാഹു എത്രയാണോ നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലാഹു എന്താണോ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഖാലിഖായ മാലികായ പടച്ച തമ്പുരാൻ അത് സമയാസമയങ്ങളിൽ തരുക തന്നെ ചെയ്യും. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ വിഷയത്തിൽ കച്ചവടത്തിനായി, മക്കൾക്കായി, ഭാര്യക്കായി, മറ്റുള്ള കാര്യങ്ങൾക്കായി ദുനിയാവിന്റെ പുറകെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഏതൊരു മനുഷ്യൻ ദുനിയാവിന്റെ പുറകിൽ ഇങ്ങനെ ഓടുകയാൽ, ദുനിയാവിനെ തേടിപ്പിടിക്കാൻ, ദുനിയാവിന്റെ സമ്പത്തിന്റെ പുറകെ, മക്കളുടെ പുറകെ, ഭാര്യയുടെ പുറകെ, കുടുംബത്തിന്റെ പുറകെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടുകയാൽ, എന്നാൽ അവൻ ആഖിറത്തിലേക്ക് കൊണ്ടുപോവേണ്ടതാകുന്ന അവന്റെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും അവൻ ചെയ്യുന്നില്ല എങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് അവധിയെത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എന്താണോ മരിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാകുന്നത്, ആ സമയത്ത് പടച്ചവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവേ, എന്ന ദുനിയാവിലേക്ക് ഒന്ന് മടക്കിയേക്കുമോ, ആഖിറത്തിലേക്ക് വരാൻ ഭാഗമായ ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ ദാനധർമ്മങ്ങളോ എന്റെ പക്കൽ ഇല്ല എന്ന് ആ സമയത്ത് പടച്ച തമ്പുരാനോട് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം ദുനിയാവെന്ന് പറയുന്നത് അമലുകളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വരാനിരിക്കുന്ന ആഖിറത്തിന് വേണ്ടി എന്താണോ നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് പറഞ്ഞത്, ഏത് വിഷയത്തിലാണ് മുഅ്മിൻ ആലോചിക്കണം, ഏത് വിഷയത്തിലാണ് മുഅ്മിൻ ചിന്തിക്കണമെന്ന് പറഞ്ഞത്, പ്രിയമുള്ളവരെ, ആ വിഷയത്തിലാണ്, ആ കാര്യത്തിലാണ് നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ കിടന്നോടുകയാണ്. അല്ലാഹു അത് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ ചില ടെൻഷൻ, ചില ദുഃഖങ്ങൾ, ചില പ്രയാസങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകൾക്കും ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതെന്തിന്റെ വിഷയത്തിലെന്നറിയുമോ, തന്റെ മക്കൾക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ മാതാപിതാക്കൾക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന ഭാര്യ മക്കൾക്ക് ഹലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയ സമ്പത്തിന്റെ വഴികൾ തേടമണമല്ലോ എന്നുള്ള ഒരു ദുഃഖം പ്രിയമുള്ളവരെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അനിവാര്യമാണ്, അവനക്ക് നിർബന്ധമാണ്. ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ ഉണരുന്നു, പ്രിയമുള്ളവരെ, കയ്യിലൊന്നുമില്ല, നമ്മുടെ മക്കൾക്ക് ഹലാലായ സമ്പത്ത് കൊടുക്കണം, നമ്മുടെ ഭാര്യക്ക് നമുക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്ക് ഹലാലായത് കൊടുക്കണമല്ലോ എന്നുള്ള ചിന്ത ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ കാണാം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ, ഹറാമായ വഴികളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ഹലാലായ റിസ്കിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്ന് തരണയെന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പാദ്യ മേഖല, നമ്മുടെ ഇബാദത്തിന്റെ മേഖലകൾ, നമ്മുടെ ആത്മീയമായ മേഖലകൾ,
നമ്മൾ പരിശുദ്ധമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമ്പാദ്യ മേഖല പരിപൂർണമായ ഹലാലായ വഴികളിലായിരിക്കണം. നമ്മുടെ പൊന്നമക്കൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം. നമ്മുടെ ഭാര്യ കഴിക്കുന്നത് ഹലാലായിരിക്കണം. അന്യന്റെ മുതല് ഓട്ടിച്ചും മറ്റിച്ചും അവനെ പറ്റിച്ചും ഉണ്ടാക്കിയ സമ്പത്ത് മുഖേന നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ കൊടുത്താൽ പ്രിയമുള്ളവരെ ആഖിറത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമ്പത്ത് ഹലാലല്ല എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ റമദാനിന്റെ ഇബാദത്തുകൾ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത്, നമസ്കരിച്ചത്, ദാനധർമ്മങ്ങൾ കൊടുത്തത്, സദഖകൾ കൊടുത്തത് എല്ലാം ഫയജഅലു അല്ലാഹു ഹബാഅൻ മൻസൂറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിതറപ്പെട്ട ധൂളികളാക്കി, അതെല്ലാം അല്ലാഹു പാഴാക്കി കളയുമെന്ന് വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്ന, അവർക്ക് കൂലി തരുന്ന, അവർക്ക് സവാബ് തരുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ദുനിയാവിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ മക്കൾക്ക് ഹലാലായത് കൊടുക്കണമല്ലോ, തനിക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്ക് ഹലാലായത് കൊടുക്കണമല്ലോ എന്നുള്ള ചിന്ത പ്രിയമുള്ളവരെ ഒരു മുഅ്മിനീങ്ങളായ നമ്മൾക്ക് അല്ലാഹു കൂലി തരാൻ അതൊരു കാരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാവങ്ങൾ കൊടുക്കണം, റമദാൻ നമ്മളെ സ്വീകരിക്കണം, അല്ലാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതൊരു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് തന്റെ മക്കൾക്ക് വേണ്ടി പ്രഭാതമാകുമ്പോൾ എന്റെ മക്കൾക്ക് ഹലാലായത് കൊടുക്കണമല്ലോ എന്നുള്ള നിഷ്കളങ്കമായ ചിന്തയിൽ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്ന ഏതൊരു മനുഷ്യനുണ്ടോ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാൻ വിട പറയുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ഒരു മുഅ്മിനീങ്ങളാകുന്ന നമ്മുടെ മനസ്സിൽ ഈ ഒരു വിഷമം ഉണ്ടാവട്ടെ, ഈ ഒരു ദുഃഖം ഉണ്ടാവട്ടെ, ഈ ഒരു പ്രയാസം ഉണ്ടാവട്ടെ. എന്തിന്റെ പേരിലുള്ള പ്രയാസം? എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഞാൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും ഹലാലായത് കൊടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ എത്ര ഇബാദത്തുകൾ ചെയ്താലും അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹറാമായ സമ്പാദ്യം നമ്മുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അല്ലാഹുവിന് അത്തരമുള്ള ആളുകളുടെ ഒരു ഇബാദത്തും ഒരു റമദാനും ഒരു ഇഅ്തികാഫും ഒരു ലൈലത്തുൽ ഖദറും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ സഹാബാക്കൾക്ക് വലിയ വിഷമമായിരുന്നു, വലിയ സങ്കടമായിരുന്നു. ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ മഹാനാകുന്ന അലിയാർ തങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ആ സമയത്ത് ചോദിക്കുന്നു, യാ സൽമാൻ കൈഫ അസ്ബഹത യാ സൽമാൻ, നിനക്ക് സുഖമാണോ സൽമാനെ, നിനക്ക് പ്രഭാതത്തിലെ സന്തോഷമാണോ? സഹാബാക്കൾ ഇതാ സലാം പറഞ്ഞിട്ട് അവരിതാ വിശേഷം അന്വേഷിക്കുകയാണ്. കൈഫ അസ്ബഹത യാ സൽമാൻ, നിനക്ക് സുഖമാണോ സൽമാനെ, നിനക്ക് സന്തോഷമാണോ സൽമാനെ? ആ സമയത്ത് ഇതാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണ്, ഞാൻ വല്ലാത്ത ദുഃഖത്തിലാണ്. അതുകൊണ്ടാണ് അലിയേ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നിന്നും വിഷമത്തിന്റെ സങ്കടത്തിന്റെ ബുദ്ധിമുട്ടിന്റെ ഒരു ഭാവം എന്റെ മുഖത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോ ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ സൽമാൻ നിന്റെ വിഷമം എന്താണ് സൽമാനെ, നിന്റെ ദുഃഖം എന്താണ് സൽമാനെ, നിന്റെ വിഷമം നിന്റെ ഹൃദയത്തിൽ അലട്ടുന്ന പ്രയാസങ്ങൾ എന്താണ് സൽമാനെ? ആ സമയത്ത് പറയുകയാണ്, യാ അലി എന്റെ വിഷമം എന്തെന്നറിയുമോ അലിയേ, എന്റെ സമയം എന്ന് നിനക്ക് അറിയുമല്ലോ അലിയേ. ഈ സൽമാൻ എന്ന് പറയുന്നത് പരമദരിദ്രനാണെന്നറിയുമല്ലോ അലിയേ, എന്റെ പോക്കറ്റ് കാലിയാണെന്നറിയുമല്ലോ അലിയേ. എന്നാൽ എന്റെ മക്കൾക്ക് ഞാൻ ഹലാലായത് കൊടുക്കണമല്ലോ അലിയേ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഹലാല് കൊടുക്കണമല്ലോ, എന്റെ മാതാപിതാക്കൾക്കും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായി
നിർബന്ധമായവർക്ക് ഞാൻ ഹലാലായത് കൊടുക്കണമല്ലോ. എന്റെ പോക്കറ്റുകൾ കാലിയാണ് അലിയേ, എനിക്ക് എങ്ങനെയാണ് ഇതിനുള്ള മാർഗമുണ്ടാവുക? എന്റെ മക്കൾക്ക് ഹലാലായത് കൊടുക്കണം. മഹാനവറുകൾ രാവിലെ പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടെ സലാം പറയുമ്പോൾ മഹാനാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു തന്റെ സഹാബിയായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അലി, എന്റെ മനസ്സിന് ഒരുപാട് വിഷമ സങ്കടങ്ങൾ കൊണ്ട് ഇങ്ങനെ അലതല്ലുകയാണ് അലിയെ. ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എന്റെ പൊന്നുമക്കൾക്ക് ഞാൻ ഹലാൽ കൊടുക്കണമല്ലോ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഹലാലായത് കൊടുക്കണമല്ലോ, ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാകുന്ന എന്റെ ഭാര്യ മക്കൾക്കും മാതാപിതാക്കൾക്കും ഞാൻ ഹലാല് കൊടുക്കണമല്ലോ. അലിയെ, നിനക്കറിയുമല്ലോ ഈ സൽമാൻ പരമദരിദ്രനാണ്, ഈ സൽമാന്റെ പോക്കറ്റുകൾ കാലിയാണ് എന്ന അലിയെ നിനക്കറിയുമല്ലോ. എന്നാൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ അലി, ഞാൻ അങ്ങനെ പ്രഭാതത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് എന്റെ പൊന്നുമക്കൾക്ക് ഹലാലായ റിസ്കിന്റെ വഴികൾ ഞാൻ ഇങ്ങനെ തേടി അന്വേഷിച്ചു നടക്കുമ്പോൾ ഇതാ പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ ഖാലിഖായ മാലിക്കായ പടച്ചതമ്പുരാന്റെ കൽപ്പന വരികയാണ്, ഏത് സമയത്തിലും ഏത് സന്ദർഭത്തിലും ഏത് നിമിഷത്തിലും അല്ലാഹുവിനെ മറന്നു പോകല്ലേ, അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുതേ. നമസ്കരിക്കുകയാണെങ്കിലും നിങ്ങൾ ഏത് സമയത്ത് കച്ചവടമായി കൊള്ളട്ടെ, ഏത് സന്ദർഭമാണെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും ഖാലിഖായ മാലിക്കായ പടച്ചതമ്പുരാനെ അംഗീകരിക്കുകയും അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണല്ലോ. എന്നാൽ എങ്ങനെ ഞാൻ ഇത് സംയോജിപ്പിച്ചു കൊണ്ടുപോകും? അല്ലാഹുവിന്റെ തീരുമാനമെന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ അല്ലാഹുവിനോട് എനിക്ക് കടമകളുണ്ടല്ലോ അലിയേ, എനിക്ക് കടപ്പാടുകളുണ്ടല്ലോ അലിയേ, എനിക്ക് നമസ്കരിക്കണമല്ലോ അലിയേ. എന്നാൽ ഹലാലായ റിസ്കിന്റെ വഴികളിലൂടെ ഞാൻ ഇങ്ങനെ തേടി അന്വേഷിച്ചു ബിസിനസ്സിനായി കച്ചവടത്തിനായി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്നും എനിക്ക് ഇതാ മാറ്റമുണ്ടാവുകയാണ്, ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ മഹാനവറുകൾ വീണ്ടും പറയുകയാണ്, അലിയേ, അങ്ങനെ ഞാൻ ഹലാലായ റിസ്കിന്റെ വഴികൾ ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അതിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ അല്ലാഹുവിനെ ഞാൻ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനെ ഞാൻ വേണ്ട രീതിയിലുള്ള നമസ്കാരങ്ങൾ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഇബാദത്തുകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അലിയേ. എന്നാൽ അങ്ങനെ ഹലാലായ സമ്പത്തും ഇതാ അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തും ഞാൻ ഇങ്ങനെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുവാനുള്ള പരിശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അലിയേ, എനിക്ക് ഇതാ മൂന്നാമതായ ഒരു ദുഃഖം കടന്നു വരികയാണ്, മൂന്നാമതായ ഒരു പ്രയാസം കടന്നു വരികയാണ്. എന്തെന്നറിയുമോ? അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്നു, ഹലാലായ വഴികളിൽ ഞാൻ സമ്പാദിക്കുന്നു. ആ സമയത്തിതാ അല്ലാഹുവിനെ ധിക്കരിക്കുവാൻ, അല്ലാഹുവിനെ മറപ്പിച്ച് കളയുന്ന ശപിക്കപ്പെടുന്നതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്റെ അടുക്കൽ വന്നിട്ട് ഖാലിഖായ പടച്ചതമ്പുരാന്റെ തിന്മകൾ ചെയ്യുവാനും ഹറാമുകൾ ചെയ്യുവാനും മോശത്തരങ്ങൾ ചെയ്യുവാനും ഇതാ സദാസമയം ശപിക്കപ്പെടുന്നതാകുന്ന ഇബ്ലീസ് യഅ്മുറുനീ ബിൽ മാസിയ, തെറ്റുകൾ ചെയ്യണം, പാപങ്ങൾ കാണണം എന്നിങ്ങനെ എന്നെ ഇതാ സദാ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അലിയെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹാബാക്കളുടെ വിഷമമായിരുന്നു, സഹാബാക്കളുടെ സങ്കടമായിരുന്നു. അവർ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പ്രിയമുള്ളവരെ ഹൃദയത്തിൽ അവർക്കുണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു, ഒന്ന് ഹലാലായ സമ്പത്ത്, രണ്ട് പടച്ചവനെ അംഗീകരിക്കണം, അവന് ഇബാദത്തുകൾ ചെയ്യണം. ആലോചിക്കും, നമ്മൾക്ക് ഇനി എന്തൊഴിവാണ് പറയാനുള്ളത്? ബിസിനസ്സിന് വേണ്ടിയും കച്ചവടത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരാതിരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാതിരിക്കാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കും, നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണുവാൻ നിങ്ങളൊന്ന് ആലോചിക്കാൻ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ അല്ലാഹുവിന്റെ
അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തീരുമാനിച്ചാൽ ഒരു മഖ്ലൂഖിനെ കൊണ്ടും അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, റമദാൻ ഇതാ വിട പറയുകയാണ്. റമദാൻ ഇതാ നമ്മളോട് സലാം പറയുകയാണ്. അതായത് റമദാന് വേണ്ടി ആരെങ്കിലും ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, റമദാന് വേണ്ടി ആരെങ്കിലും സുബ്ഹ് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, റമദാന് വേണ്ടി ആരെങ്കിലും സദഖകളും സകാത്തുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ റമദാനോടുകൂടി അത് ക്ലോസ് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയുകയാണ്, കൂനൂ റമദാനിയീൻ വകൂനൂ റബ്ബാനിയീൻ വലാകിൻ കൂനൂ റമദാനിയീൻ. നിങ്ങൾ റമദാനിന് വേണ്ടിയിട്ട് പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങി ഇബാദത്ത് ചെയ്യുന്നവരെയൊന്നും എനിക്ക് ആവശ്യമില്ല. ആ റമദാനിലൂടെ ആ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമസ്കാരം നിലനിർത്തിയതായ ആളുകളാരുണ്ട്, സകാത്തിലൂടെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരായ മനുഷ്യന്മാരാരുണ്ട്, നന്മകൾ പറയുന്നവരാരുണ്ട്, നാവിനെ സൂക്ഷിച്ചവരാരുണ്ട്. അല്ലാഹു റമദാനിലൂടെ എന്തൊക്കെയാണ് നേടിയെടുക്കാൻ പറഞ്ഞത്, ആ പറയുന്നതാകുന്ന ഗുണങ്ങൾ നേടിയെടുത്ത മനുഷ്യന്മാരെ മാത്രം മതി. റമദാന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരെല്ലാം ഇതാ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ, നിങ്ങളുടെ പ്രതിഫലം റമദാനിനോട് ചോദിച്ചോ. എന്നാൽ ഖാലിഖായ റാസിഖായ മാലിക്കായ പടച്ചതമ്പുരാന് വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്തുകളും നമസ്കാരങ്ങളും നിർവഹിച്ചതെങ്കിൽ റമദാൻ കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റമുണ്ടാവില്ല. കാരണം എന്താണ്? റമദാനിൽ പള്ളിയിൽ വന്ന് ഏതൊരു ഖാലിഖിനോടാണോ ദുആ ചെയ്തത്, ആ പടച്ചതമ്പുരാൻ നമ്മുടെ ദുആ കേൾക്കാൻ, ആ പടച്ചതമ്പുരാൻ നമ്മളെ കാണാൻ സജ്ജരായിരിക്കുകയാണ്. അതുകൊണ്ട് റമദാനിന് വേണ്ടിയുള്ള പ്രത്യേക ഇബാദത്തുകാരെയൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഖാലിഖായ പടച്ചതമ്പുരാനെ, ആ ഖാലിഖായ പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെട്ട് അവന് പറയുന്നതായ വഴികൾ ജീവിക്കാൻ ആ ഒരു വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും നമ്മുടെ ആഖിറവും നഷ്ടപ്പെടും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുഃഖമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കച്ചവടം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വരാൻ സമയമില്ല, നമ്മുടെ ബിസിനസ്സുകൾ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ സമയമില്ല, ഇബാദത്തുകൾ ചെയ്യാൻ സമയമില്ല, മക്കളുടെ പഠനവും ജോലിയും കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയമില്ല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പ്രിയപ്പെട്ട ഉപ്പമാരോടും പറയുകയാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, എന്റെ ദുഃഖം എന്റെ മക്കൾക്ക് ഹലാലായി സമ്പാദിക്കണം, അതിനോടൊപ്പം മുഹമ്മദ് ഖാലിഖായ പടച്ചതമ്പുരാനെ അംഗീകരിക്കണം, അതിനോടൊപ്പം അല്ലാഹുവിന്റെ ഓർമ്മകൾ നശിപ്പിക്കുന്ന യഅ്മുറുനീ ബിൽ മഅസിയ, സദാസമയം തെറ്റുകൾ ചെയ്യണ, ഹറാമുകൾ കാണണ, അതിന് ദുനിയാവിന്റെ രസമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നതായി ഇബ്ലീസുമായിട്ട് സദാസമയം ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന് മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ല വഴിക്ക് പോകുകയാണെങ്കിൽ, അവൻ നല്ല വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ അവനക്ക് ഹലാലായ സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറക്കും, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനുള്ള അവസരങ്ങൾ കൊടുക്കും. അതോടൊപ്പം ശമിക്കപ്പെടുന്നതാകുന്ന ഇബ്ലീസിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കാവൽ കൊടുക്കും. പ്രിയമുള്ളവരെ, ആ സഹാബിയുടെ സങ്കടം തീർന്നില്ല. വീണ്ടും അലിയാര് തങ്ങളോട് പറയുകയാണ്, അലിയെ, ഇതെല്ലാം ഞാൻ സംയോജിപ്പിച്ച് കൊണ്ടുപോവുകയാണ്, ഹലാലായ വഴികൾ ഞാൻ കണ്ടെത്തി അലിയെ, അങ്ങനെ പടച്ചവനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നു അലിയെ. മൂന്നാമതായി ശമിക്കപ്പെടുന്നതാകുന്ന ഇബ്ലീസിനോട് ജിഹാദ് ചെയ്ത് ആ ഇബ്ലീസിനെ ഞാൻ തോൽപ്പിച്ചു അലിയെ. അങ്ങനെ ഹലാലായ സമ്പത്തുമായി ഞാൻ എന്റെ വീട്ടിലേക്ക്, എന്റെ പൊന്നുമക്കളുടെ അടുക്കലേക്ക്, എന്റെ ഭാര്യയുടെ അടുക്കലേക്ക്, എന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക്, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണം ഇങ്ങനെ വായിലേക്ക് വെക്കുന്ന സമയത്ത്, ഒന്ന് പുതുവസ്ത്രം അണിയുന്ന സമയത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളുമായി ഞങ്ങളൊന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത്, നാലാമതായി എനിക്കൊരു ചിന്ത വരികയാണ് അലിയെ. എന്താണെന്നറിയുമോ? മലക്കുൽ മൗതി, മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇദാ യത്ലുബു മലക്കുൽ മൗത്ത് റൂഹി. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ ഉടനെ നിങ്ങളുടെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇദാ കാത്തിരിക്കുകയാണ്.
മക്കളോടൊപ്പം സന്തോഷിച്ച് ഒന്ന് ആനന്ദിക്കുമ്പോൾ, ഒന്ന് സന്തോഷം മയവർക്കുമ്പോൾ, എന്റെ പൊന്നുമക്കൾക്ക് ഞാൻ മേടിച്ചു കൊണ്ട് കൊടുത്ത പുതുവസ്ത്രം ഇട്ടിട്ട് ആ പൊന്നുമക്കളൊന്ന് തുള്ളിച്ചാടുന്നത് ഞാനൊന്ന് അയവർക്കുമ്പോൾ, നാലാമതായി ഒരു ദുഃഖം കടന്നു വരികയാണ്. ചിന്ത. പ്രിയമുള്ളവരെ, എന്താണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്? ദുനിയാവിൽ എത്രയൊക്കെ ഉണ്ടായാലും, മക്കളോടൊപ്പം എത്രയൊക്കെ സന്തോഷിച്ചാലും, ഇത് അധികമായി അഹങ്കരിക്കേണ്ട, അധികമായി സന്തോഷിക്കേണ്ട, അധികമായി ദുനിയാവിന്റെ ആർഭാടത്തിൽ നീ മതിമറക്കേണ്ട. ഇതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് സമയം പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ ഉടനെ നമ്മുടെ റൂഹുമായി കൊണ്ടുപോകാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അലിയെ, എനിക്കിത് വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത ദുഃഖമാണ്. മഹാനവറുകൾ കരയുകയാണ്. നമ്മൾക്ക് റമദാൻ വന്നു. പ്രിയമുള്ളവരെ, ഒന്ന് നസുഹായ രൂപത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കരയാൻ കഴിഞ്ഞോ? ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത്, നാം ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത്, നമ്മുടെ നമസ്കാരങ്ങൾ കമായി പോയതിനെ ഓർത്ത്, നമ്മൾ കണ്ടുപോയ ഹറാമുകളെ ഓർത്ത്, നമ്മൾ കണ്ടുപോയ നടന്നുപോയ മോശമായ വിചാരത്തിൻ്റെതാകുന്ന തിന്മയുടെ വഴികൾ എത്രയോ നമ്മൾ കണ്ടുപോയിട്ടുണ്ടാവാം. നമ്മുടെ മാതാപിതാക്കളെ എത്രയോ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. കുടുംബ ബന്ധങ്ങൾ എത്രയോ ശിഥിലമാക്കിയിട്ടുണ്ടാവാം. നമ്മുടെ സംസാരത്തിലൂടെ ആരുടെയൊക്കെ മനസ്സുകൾ വേദനിച്ചിട്ടുണ്ടാവാം. ആർക്കെങ്കിലും കഴിഞ്ഞോ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ഖാലിസായ രൂപത്തിൽ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? പ്രിയമുള്ളവരെ, റജബ് വന്നപ്പോൾ നമ്മളെല്ലാം ഷഅബാൻ ആവട്ടെ എന്ന് വിചാരിച്ചു. ഷഅബാൻ വന്നപ്പോൾ റമദാൻ ആവട്ടെ എന്ന് വിചാരിച്ചു. റമദാനിന്റെ ആദ്യത്തെ 10 നമ്മൾ പോലും അറിയാതെ കടന്നുപോയി. മഗ്ഫിറത്തിന്റെ 10 കടന്നുപോയി. അവസാനം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമായിട്ട്, ഇത്രയും ദിവസമായിട്ട് ഖാലിഖായ പടച്ചവന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ ഒന്ന് കരയാൻ, ഒന്ന് നിഷ്കളങ്കമായി പടച്ചവനോട് ദുആ ചെയ്യാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ഗഹനമായി ഗൗരവമായി നാം ഒന്ന് ആലോചിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. സഹാബാക്കളുടെ അവസ്ഥ ഇതായിരുന്നു. അവർക്കും വേദനകൾ ഉണ്ടായിരുന്നു, അവർക്കും നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നൊമ്പരപ്പെടുന്നത് പോലെ ദുനിയാവിന്റെ വിഷയത്തിലായിരുന്നില്ല. അവര് നൊമ്പരപ്പെട്ടത് ദുനിയാവിലുള്ള ആഖിറത്തിൽ വിജയിക്കണം. അവർക്കറിയുമായിരുന്നു ആഖിറമാണ് ശേഷിക്കുന്നത്. അങ്ങനെ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ദുഃഖമെല്ലാം കേട്ടു. ആ സമയത്ത് മഹാനാകുന്ന അലിയാരി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സൽമാനെ, ഇതുപോലെ കുറെ നാളുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, എന്താണ് അലിയെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ആ സമയത്ത് സൽമാനെ, നീ പറഞ്ഞ 4 ദുഃഖങ്ങൾ എന്റെ ഹബീബായ തങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. ഹലാലായ വഴികൾ തേടിയിട്ടുള്ള നിങ്ങളുടെ ഓട്ടമുണ്ടല്ലോ, പ്രിയമുള്ളവരെ, നമ്മൾ നരകമോചനമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനിന്റെ അവസാനത്തെ 10 നരകത്തിൽ നിന്നുള്ള കാവലാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ നമ്മുടെ മക്കൾക്ക് ഹലാൽ കൊടുക്കണമെന്നുള്ള നീയത്തോടെ ഏതൊരു മനുഷ്യൻ ഇറങ്ങി തിരിക്കുന്നു, അല്ലാഹു പറയുകയാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ വയറ്റിലേക്കും നമ്മൾ ധരിക്കുന്നതുമെല്ലാം പൂർണ്ണമായ പ്യൂറായ ഹലാലായിരിക്കണമെങ്കിൽ അവിടെയും നമുക്ക് നരകമോചനമുണ്ട്. ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഹലാല് തേടിയിട്ടുള്ള നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ സങ്കടവും ഉണ്ടല്ലോ, അത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാണ്, ഏത് സന്ദർഭത്തിലും എന്റെ പടച്ചതമ്പുരാനെ മറന്നു പോവാതെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയുണ്ടല്ലോ അലിയെ, അത് കഠിന കഠോരമായ കടുകടുത്തതായ ശിക്ഷകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഒന്നാമതായി നരകമോചനം ലഭിച്ചു, രണ്ടാമതായി കഠിന കഠോരമായ ശിക്ഷയിൽ നിന്നുള്ള കാവലാണ്, മൂന്നാമത്
ശപിക്കപ്പെടുന്നതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുമായിട്ട് ജിഹാദ് ചെയ്യുന്നത്, അവനെ തോൽപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്, ശൈത്താന്റെ ചിന്തകൾ പാപഭംഗിരമായ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിലേക്ക് തിരിയുവാനുള്ള ആ ഒരു പരിശ്രമമുണ്ടല്ലോ, 60 വർഷക്കാലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് പ്രിയങ്കരമാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റമദാൻ വിടവളയുന്ന വേളയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ ദിവസവും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്തയുണ്ടാവട്ടെ. ഹലാലായ സമ്പാദ്യം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, സാമ്പത്തികമായ മേഖലയിലുള്ള വിശുദ്ധി ഇബാദത്തുകളെ സ്വീകരിക്കാൻ പര്യാപ്തമാണ്. ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ ഇബാദത്തുകളെ സ്വീകരിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച സക്കാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു, ദാനധർമ്മങ്ങളെ പറ്റി പറഞ്ഞു. അല്ലാഹു അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഹലാലായ സമ്പാദനത്തിലൂടെ അല്ലാഹുവിന്റെ ചിന്തയിലൂടെ ശപിക്കപ്പെടുന്നതായി ഇബ്ലീസുമായിട്ടുള്ള ജിഹാദിലൂടെ നമ്മളെ എത്തിച്ചേരുന്ന നരകമോചനത്തിലേക്കും കഠിനകഠോരമായ അദാബിൽ നിന്നുള്ള രക്ഷയിലേക്കും ഒരുപാട് നാൾ ഇബാദത്ത് ചെയ്തതായ കൂലിയിലേക്കുമാണ്. നാലാമതായി ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സന്തോഷങ്ങൾ വരുമ്പോൾ, ആനന്ദം വരുമ്പോൾ ഇതാ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന കാത്തിരിപ്പുണ്ട്. അധികമായി സന്തോഷിക്കണ്ട കേട്ടോ, അധികമായി ഇതാ തിമിർത്താടണ്ട, ആനന്ദിക്കണ്ട, സന്തോഷിക്കണ്ട. ഇത് അല്ലാഹു തന്നതാണെന്നുള്ള ചിന്തയിലേക്ക് നിങ്ങളുടെ ചിന്ത പോകുന്നുവെങ്കിൽ റമദാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. പ്രിയമുള്ളവരെ, എപ്പോഴും മരണചിന്ത നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് അസ്റായീലിന്റെ ചിന്ത ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിന്റെ സുദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മൾക്ക് നല്ലൊരു വീട് വെക്കുമ്പോൾ നാം ഒന്ന് ആലോചിക്കുക, രാവിലെ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ വീടിന്റെ ഉദ്ഘാടനം നടത്തി നമ്മൾ വീട്ടിൽ സുബ്ഹി നമസ്കരിക്കുകയാണ്. അല്ലാഹു തന്ന ഹാദാ മിൻ ഫദ്ലി റബ്ബി, അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് പറയുകയും, പ്രിയമുള്ളവരെ, സുബ്ഹി നമസ്കരിക്കേണ്ടത് പുരുഷന്മാരും പള്ളിയിലാണ്. സന്തോഷത്തിന്റെ സുദിനങ്ങളിൽ പോലും മറന്നു പോകല്ലേ. പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാൽ ഏത് സന്തോഷത്തിന്റെ വേളയാണ് എന്നൊന്നും നോക്കില്ല. എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന എല്ലാ സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാവണം. എപ്പോൾ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണങ്ങൾ കടന്നു വരുമ്പോൾ, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെയും ദീനിനെയും പറിച്ചറിയാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ സഹാബിയുടെ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. നിങ്ങളുടെ റൂഹ് ഏത് സമയത്ത് പിടിച്ചിരിക്കാം, എന്നാൽ ഞാൻ പേടിപ്പിക്കുകയില്ല. നമ്മുടെ ചിന്ത അതായിരിക്കണം. ഏത് സന്ദർഭത്തിലും അധികമായി അഹങ്കാരം വേണ്ട, അധികമായി അഹങ്കരിക്കണ്ട. ദുനിയാവിലൂടെ നടക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും തരും. പ്രിയമുള്ളവരെ, ദുനിയാവിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കരയാൻ അവസരം കിട്ടുമ്പോൾ, അല്ലാഹുവിന്റെ മുമ്പിൽ പാപമോചനം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ, അത് പ്രയോജനപ്പെടുത്താത്തവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വഖാല الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. നരകത്തിലേക്ക് കടന്നു ചെല്ലും ചില ആളുകൾ, എന്നിട്ട് നരകത്തെ കാക്കുന്ന മലക്കുകളോട് പറയുന്നത്രേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്, വഖാല الذين في النار لخزنة جهنم, നരകത്തെ കാക്കുന്ന മലക്കുകളോട്, ആ നരകത്തിൽ പ്രവേശിച്ചതാകുന്ന ആളുകൾ പറയുമത്രേ, ഇദഉ റബ്ബക്കും യുഖഫിഫ അന്നാ യൗമൻ മിനൽ അദാബ്. അവർ ചോദിക്കുന്നത് എന്തെന്നറിയുമോ? നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താനല്ല, നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കടത്താനല്ല അവർ ചോദിക്കുന്നത്. അവരുടെ ദുആ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഉദഉ റബ്ബക്കും യുഖഫിഫ അന്നാ യൗമൻ മിനൽ അദാബ്. ഒരു ദിവസത്തേക്ക് പടച്ചതമ്പുരാനോട് ശിക്ഷ ഇളവ് തരാൻ പറയുമോ എന്ന് നരകത്തെ കാക്കുന്ന മലക്കുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ,
ഖാലൂ അവലം തകു തഅതീകും റസൂലുകും ബിൽ ബയ്യിനാത്ത്. അടുക്കലേക്ക് ഖുർആനിന്റെ വചനങ്ങൾ പറഞ്ഞു തരാൻ ആലിമീങ്ങൾ, പ്രവാചകന്മാർ, ദീനിന്റെ പ്രബോധകർ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞു തന്നില്ലേ? പ്രിയമുള്ളവരെ, നസീഹത്തുകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായില്ല എങ്കിൽ ആള് ചോദിക്കുന്ന സമയത്ത് മലക്കുകൾ പറയും, വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ? എന്നിട്ട് അവർ പറയും, നരകവാസികൾ പറയും മലക്കുകളോട്, വന്നായിരുന്നു, പറഞ്ഞായിരുന്നു, നരകത്തെ പറ്റി പറഞ്ഞായിരുന്നു, സ്വർഗത്തെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ മലക്കുകൾ പറയും, നിങ്ങൾ പരസ്പരോട് നിങ്ങൾ തന്നെ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കില്ല. പ്രിയമുള്ളവർ, ഒരുപാട് കരച്ചിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് ആർത്തുള്ള കരച്ചിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിൽ ചെല്ലുന്ന നരകവാസികൾ വിളിക്കുമത്രേ ആരെ? അസ്ഹാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അവകാശികളെ വിളിച്ചിട്ട് പറയുമത്രേ, അന്നഫീദു അലൈനാ മിനൽ മാ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ എത്രയോ സന്തോഷമാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ എത്രയോ ആനന്ദമാണ്, എന്നാൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പാനീയം ഞങ്ങൾക്കൊന്ന് കുടിക്കാൻ തരുമോ? അന്നഫീദു അലൈനാ മിനൽ മായി ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗ്ഗവാസികൾ അവരോട് പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അല്ലാഹു ഇത് ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് കരയാൻ പടച്ചവനോടൊന്ന് റൂം നമ്മുടെ വീടിന്റെ ഉള്ളിൽ പോയി സ്വകാര്യമായ റൂമിലിരുന്ന് പടച്ചവനോടൊന്ന് കരയിൽ. പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ഞാൻ ഒരുപാട് നമസ്കാരം ഉപേക്ഷിച്ചു പടച്ചവനെ, ഞാൻ ഒരുപാട് ഹറാമുകൾ കണ്ടു പടച്ചവനെ, ഇതാ ഞാൻ നീയുമായിട്ടുള്ള ബന്ധമാണ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ലാഹ് എന്ന ആത്മാർത്ഥമായി പടച്ചവനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ രണ്ട് കൈകളും നീട്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ചോദിക്കാൻ തയ്യാറായില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ ചെന്നിട്ട് ഇതുപോലെ പൊട്ടിക്കരഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല, യാതൊരു ഗുണവും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ റമദാനിലൂടെ നല്ല ചിന്തകളിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലാഹുവിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ, സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം. സുബഹി നമസ്കരിക്കാൻ പള്ളിയിലുള്ളവർ, തറാവീഹ് നമസ്കരിക്കാൻ ഉണ്ടായിരുന്നവർ, മറ്റ് ഇബാദത്തുകൾ കൂടിയിരുന്നവർ, പ്രിയമുള്ളവരെ, റമദാനോടുകൂടി പള്ളിയുമായിട്ടുള്ള ബന്ധം വിട്ടുകളഞ്ഞാൽ അവർക്ക് യാതൊരു ആനുകൂല്യം ഉണ്ടാവില്ല. സുമ്മസ്തഖാമു, ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.